അടുത്ത എക്സസൈസ് ചിത്രം ദൃഷ്ട്വ സംസ്കൃത പദം ലിഖത. ഇവിടെ കുറെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് നോക്കിയിരുന്നു. അതിന്റെ മീനിങ് നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ നേരത്തെ ആ ബോക്സിൽ പഠിച്ച സെയിം ആണ് ഇവിടെ തന്നേക്കണേ. അപ്പോ നമുക്ക് നോക്കാം. ആദ്യത്തെ ഫോട്ടോ ഒരു ടേബിൾ അല്ലെങ്കിൽ സ്റ്റൂൾ ആണ്. അതിന് സാൻസ്ക്രിറ്റ് വേർഡ് ഉത്പീഡിക. അടുത്തത് ഒരു ബോക്സ് ആണ്. സാൻസ്ക്രിറ്റ് വേർഡ് പേടിക. മൂന്നാമത്തെ ഒരു ബോട്ട് നൗക. പിന്നെ സ്പാരോ ചടക. പിന്നെ ഒരു അമ്മൂമ്മയാണ്, അപ്പോ വൃദ്ധ. സ്കെയില് മാപിക. അപ്പൊ ടേബിളിന് ഉത്പീഡിക, ബോക്സിന് പേടിക, ബോട്ട് നൗക, ബേർഡ് സ്പാരോ, ചടക, ഒരു അമ്മൂമ്മ ഒരു ഓൾഡ് വുമൺ, വൃദ്ധ, സ്കെയില് മാപിക. അടുത്ത എക്സസൈസ് വചനാനുസാരം റിക്തസ്ഥാനാനി പൂരേത. ഇവിടെ ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ തന്നിട്ടുണ്ട്. ഏകവചൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ, ദ്വിവചൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഡ്യുവൽ, ബഹുവചൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. അപ്പോ ഇതനുസരിച്ചിട്ട് ഇവിടെ ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. അപ്പോ അതനുസരിച്ചിട്ട് റിക്തസ്ഥാനാനി പൂരേത ഫില്ലപ്പ് ചെയ്യണം ബാക്കിയൊക്കെ. അപ്പൊ എക്സാമ്പിള് ലത, ലതേ, ലതാഹ. ലത എന്ന വാക്കിന്റെ ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പൊ സെക്കൻഡ് കേസില് ഗീത ഏകവചനം തന്നിട്ടുണ്ട്. ദ്വിവചൻ വരുമ്പോ ഗീതേ, ബഹുവചൻ വരുമ്പോ ഗീതാഹ. മൂന്നാമത്തേല് ആകെ ദ്വിവചൻ തന്നിട്ടുള്ളൂ. അപ്പോ പേട്ടികെ എന്നാണ് ദ്വിവചൻ. അപ്പൊ അതിന്റെ ഏകവചൻ പേട്ടിക, ബഹുവചൻ വരുമ്പോ പേടികാഹ. പേട്ടിക, പേട്ടികെ, പേടികാഹ. അടുത്ത വേർഡ് നോക്കാം. ഈ കേസില് ബഹുവചനാണ് തന്നേക്കണേ, ഗട്വാഹ എന്നാണ് തന്നേക്കണേ. അപ്പൊ നമ്മൾ അതിന്റെ ഏകവചനും ദ്വിവചനും വേണം എഴുതാൻ. അപ്പൊ ലത, ലതേ, ലതാഹ, അല്ലെങ്കിൽ ഗീത, ഗീതേ, ഗീതാഹ എന്ന് പറയണ പോലെ ഗട്വ, ഗട്വേ, ഗട്വാഹ എന്ന് വരും. ഇതില് പ്രോനൗൺ ആണ് തന്നേക്കണേ. ഇവിടെയൊക്കെ സാധാരണ വേർഡ്സ് ആണ്, ഗട്വ, ലത, ഗീത എന്നൊക്കെ. പക്ഷെ ഈ ഒരു കേസില് സാ അതായത് പ്രോനൗൺ ആണ്. അപ്പോ സാ ദ്വിവചൻ വരുമ്പോ തേ, ബഹുവചൻ വരുമ്പോ താഹ. അതുപോലെ ഏഷ എന്നാണെങ്കിൽ ഏഷ, ഏതേ, ഏതാഹ. സാ, ഏഷ ഒക്കെ പ്രോനൗൺ ആണ് സ്ത്രീലിംഗ ശബ്ദത്തിന്റെ. ലാസ്റ്റ് വൺ നോക്കാം. ദ്വിവചനാണ് തന്നേക്കണ റോട്ടിക്കെ. അപ്പൊ അതിന്റെ ഏകവചൻ വരുമ്പോ റോട്ടിക, ബഹുവചൻ വരുമ്പോ റോട്ടികാഹ. റോട്ടിക, റോട്ടിക്കെ, റോട്ടികാഹ. ഇങ്ങനെയാണ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കാം. മഞ്ജുഷാതഹ കർത്തൃപദം ചിത്വ റിക്തസ്ഥാനാനി പൂരേത. ഈ ബോക്സിൽ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു സെന്റൻസിൽ ഫില്ലപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ബോക്സിലെ വേർഡ് മീനിങ്സ് നോക്കാം. ലേഖിക, ലേഖിക എന്ന് പറഞ്ഞ ഫീമെയിൽ റൈറ്റർ. ഈ വേർഡ് ഏകവചനാണ്, ലേഖിക. രണ്ടാമത്തെ ബാലകഹ, ബോയ്, അതും ഏകവചനാണ്. അടുത്ത എക്സസൈസ് നോക്കാം. കോഷ്ടകാത് ഉചിതം ശബ്ദം ചിത്വ വാക്യം പൂരേത. കോഷ്ടകാത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റിൽ രണ്ട് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൽ തന്നേക്കണ വേർഡ് ഏത് വചനമാണെന്ന് നോക്കുക. എക്സാമ്പിൾ ഇവിടെ ബാലിക, പിന്നെ ബാലികാഹ. ബാലിക എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, ബാലികാഹ എന്ന് പറഞ്ഞാൽ ബഹുവചൻ. അപ്പോ ഈ സെന്റൻസിൽ ഇതിന്റെ എൻഡിങ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോ ഈ കേസിൽ നമ്മൾ നോക്കണം എങ്ങനെയാണ് എൻഡിങ് വരുന്നത്. തീ എന്ന് വന്നാൽ അത് ഏകവചനായിരിക്കും. അപ്പോ ചൂസ് ചെയ്യേണ്ടത് ബാലിക, ബാലിക, ബാലികെ, ബാലികാഹ. അതുപോലെ ഇവിടെയും നമ്മൾ നോക്കണം, ബാലിക ഉണ്ട്, ബാലികാഹ ഉണ്ട്. അപ്പൊ ഇതിന്റെ എൻഡിങ് പടതി, തീ എന്ന് വന്നോണ്ട് ഏകവചനാണ്, ബാലിക എന്നെടുക്കണം. സെക്കൻഡ് കേസില് ചരതഹ എന്നാണ്, ഇത് ദ്വിവചനാണ്. ചരതി എന്ന വാക്കിന്റെ ദ്വിവചൻ ചരതഹ. അപ്പോ ഇവിടെ രണ്ട് ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട് രണ്ട് വേർഡ്സ്. അജാഹ എന്നുണ്ട്, അജയെന്നുണ്ട്. ചരതഹ എന്ന് പറഞ്ഞാൽ ടു ആർ ഗ്രേസിങ്, രണ്ടുപേര് ഗ്രേസ് ചെയ്യുന്നു, ദ്വിവചൻ. അജാഹ എന്ന് പറഞ്ഞാൽ മെനി ഗോട്ട്, അജയ് എന്ന് പറഞ്ഞാൽ ടു ഗോട്ട്. അപ്പൊ ദ്വിവചനായതുകൊണ്ട് അജയ്, അജ, അജയ്, അജാഹ. മൂന്നാമത്തെ
സന്ധി എന്നാണ്. സന്ധി എന്ന് പറഞ്ഞാൽ അസ്ഥി, ഈസിന്റെ ബഹുവചനാണ് സന്ധി. അപ്പോ ഇവിടെ ദ്വിചക്രിക എന്നുണ്ട്, ദ്വിചക്രികാഹ എന്നുണ്ട്. ദ്വിചക്രിക എന്ന് പറഞ്ഞാൽ 2 ബൈസൈക്കിൾ, ദ്വിചക്രികാഹ എന്ന് പറഞ്ഞാൽ മെനി ബൈസൈക്കിൾ. അപ്പോ ചൂസ് ചെയ്യണത് ബഹുവചൻ ദ്വിചക്രികാഹ. മൂന്നാമത്തെ കേസില് ചലതി എന്നുണ്ട്, വാക്കിംഗ്. അപ്പൊ നൗകേന്നുണ്ട്, നൗകാന്നുണ്ട്. നൗക എന്ന് പറഞ്ഞാൽ ബോട്ട്, ഏകവചൻ. നൗകേന്ന് പറഞ്ഞാൽ ദ്വിവചൻ. അപ്പൊ ഇവിടെ ചലതി എന്ന് പറഞ്ഞ ഈ ആക്ടിവിറ്റി ഏകവചനാണ്. അപ്പോ നൗക, നൗക ചലതി. നാലാമത്തെ സൂചികെ, സൂചിക. സൂചിക എന്ന് പറഞ്ഞാൽ നീഡില്, ഏകവചൻ. സൂചിക എന്ന് പറഞ്ഞാൽ ദ്വിവചൻ. ഇവിടെ അസ്ഥി എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അസ്ഥി എന്ന വാക്കിന്റെ ബഹുവചനാണ് സന്ധി. അസ്ഥി എന്ന് പറഞ്ഞാൽ ഏകവചൻ. അപ്പൊ ഇവിടെ സൂചിക, സൂചിക എന്ന് പറഞ്ഞാൽ ദ്വിവചനാണ്. അപ്പൊ നമ്മള് ഏകവചൻ ചൂസ് ചെയ്യുക, സൂചിക. ലാസ്റ്റ് വൺ ഉത്പതന്തി. ഉത്പതന്തി എന്ന് പറഞ്ഞാൽ പറക്കുന്നു. മക്ഷികാഹ എന്ന് പറഞ്ഞ മെനി ഹൗസ് ഫ്ലൈസ്. മക്ഷിക എന്ന് പറഞ്ഞ 2 ഹൗസ് ഫ്ലൈസ്. ഇവിടെ ഉത്പതന്തി, ദി എന്ന് എൻഡ് ചെയ്യുന്നോണ്ട് ബഹുവചനാണ്. അപ്പൊ മക്ഷികാഹ. അടുത്ത എക്സസൈസ് നോക്കാം. സാ, തേ, താഹ ഇത്യേഭ്യഃ ഉചിതം സർവനാമപദം ചിത്വാ റിക്തസ്ഥാനാനി പൂരയത. സാ, തേ, താഹ എന്ന് പറഞ്ഞ പ്രോനൗൺ ആണ്. അപ്പൊ അത് ഇവിടെ കുറെ സെന്റൻസ് വന്നിട്ടുണ്ട്. അതിന്റെ ഈ ഫസ്റ്റ് വേർഡ് ലത, മഹിളാഹ, സുധ, ജവനികെ, പിപീലികാഹ, ചടകെ, ആ വേർഡിന് മാച്ച് ആയിട്ടുള്ള പ്രോനൗൺ ഇവിടെ ഫില്ലപ്പ് ചെയ്യുക. അതാണ് ഈ എക്സസൈസ്. സാ എന്ന് പറഞ്ഞ ഏകവചൻ, തേ എന്ന് പറഞ്ഞ ദ്വിവചൻ, താഹ എന്ന് പറഞ്ഞ ബഹുവചൻ. അപ്പൊ നമ്മൾ ഈ വേർഡ് ഏതാണെന്ന് നോക്കുക, ഏത് കാറ്റഗറിയിലാണെന്ന് നോക്കുക. ആദ്യം എക്സാമ്പിള് ലത. ലത അസ്തി, ലതയുണ്ട്. ലത എന്ന് പറഞ്ഞ വാക്ക് ഏകവചനാണ്. അപ്പോ സാ, സാ അസ്തി. മഹിളാഹ ധാവന്തി. മഹിളാഹ എന്ന് പറഞ്ഞ മഹിള എന്ന വാക്കിന്റെ ബഹുവചൻ. മഹിള എന്ന് പറഞ്ഞ വുമൺ. വുമൺസ് ആർ റണ്ണിങ്. അപ്പോ ബഹുവചൻ എന്ന് പറയുമ്പോ താഹ, താഹ ധാവന്തി. സുധാ വദതി. സുധ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. അപ്പോ ഫസ്റ്റ് കാറ്റഗറി സാ, സാ വദതി. അടുത്തത് ജവനികെ ദോലതഹ. ജവനിക എന്ന വാക്കിന്റെ ദ്വിവചനാണ് ജവനികെ. അപ്പൊ നമ്മൾ ഇവിടെ ഈ പ്രോനൗണില് ദ്വിവചൻ സെലക്ട് ചെയ്യുക. തേ, ദേ, തേ ദോലതഹ. പിപീലികാഹ ചലന്തി. പിപീലിക എന്ന് പറഞ്ഞ ആൻഡ്, പിപീലികാഹ എന്ന് പറഞ്ഞ ബഹുവചൻ. അപ്പോ താഹ, താഹ ചലന്തി. ചടകെ കൂജതഹ. ചടകെ എന്ന് പറഞ്ഞ 2 സ്പാരോസ്. കൂജതഹ കൂവുന്നു. അപ്പോ ദ്വിവചൻ തേ കൂജതഹ. അപ്പൊ നമ്മൾ ഈ 3 പ്രോനൗൺ ഏതൊക്കെ കാറ്റഗറി ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സാ എന്ന് പറഞ്ഞ ഏകവചൻ, തേ എന്ന് പറഞ്ഞ ദ്വിവചൻ, താഹ എന്ന് പറഞ്ഞ ബഹുവചൻ. അത് മനസ്സിലാക്കിയിട്ട് ഈ വരുന്ന വേർഡ്സ് ഒക്കെ ഏതാണ് ബഹുവചനാണോ ഏകവചനാണോ എന്ന് അറിയണം. എന്നിട്ട് ഇത് ഫില്ലപ്പ് ചെയ്യണം. അതാണ് ഈ എക്സസൈസ്. നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. മഞ്ജുഷാദഹ കർത്തൃപദം ചിത്വാ റിക്തസ്ഥാനാനി പൂരയത. ഇവിടെ ബോക്സിൽ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള കർത്തൃപദം നോക്കിയിട്ട് ഈ ഫില്ലപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് നോക്കാം. ലേഖിക. ലേഖിക എന്ന് പറഞ്ഞ റൈറ്റർ. ഈ ലേഖിക എന്ന് പറഞ്ഞ വേർഡ് ഏകവചനാണ്. ബാലകഹ ബോയ്, ഇതും ഏകവചൻ. സിംഹാഹ ലയൺ, മെനി ലയൺ എന്നാണ് ബഹുവചൻ. ത്രിചക്രിക ഓട്ടോ, ഏകവചനാണ്. പുഷ്പമാലാഹ എന്ന് പറഞ്ഞാൽ ഗാർലൻഡ്, മെനി ഗാർലൻഡ്. പുഷ്പമാലാഹ ബഹുവചൻ. നമ്മള് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഇത് ആദ്യം ഏത് വചനമാണ്, ഏകവചനാണോ ദ്വിവചനാണോ ബഹുവചനാണോ എന്ന് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സെന്റൻസ് നോക്കുക. അപ്പൊ ഈ സെന്റൻസിന്റെ എൻഡിങ്ങില് ഇപ്പൊ സന്ധി എന്നുണ്ട്. സന്ധി മീൻസ് ഈസ് എന്നാണ്. ഈസിന്റെ പ്ലൂറൽ ആണ് സന്ധി. അസ്ഥി, സ്തഹ, സന്ധി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഗ്രാമർ പഠിക്കുമ്പോൾ. അപ്പോ അസ്ഥി എന്ന വാക്കിന്റെ ബഹുവചനാണ് സന്ധി. അപ്പോ നമ്മള് ഇതിന് സ്യൂട്ട് ആയിട്ടുള്ള ഇതിൽ ഉണ്ടാവും. അപ്പൊ ബഹുവചനായിട്ടുള്ള ഒരു വേർഡ് ഏതാ? പുഷ്പമാലാഹ ഉണ്ട്, സിംഹാഹ ഉണ്ട്. അപ്പൊ സിംഹാഹ സന്ധി എന്ന് വരാൻ ചാൻസ് കുറവാ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗർജന്തി എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. അപ്പൊ അത് സിംഹാഹ ആയിരിക്കും വരുന്നത്. സിംഹാഹ എന്ന് പറഞ്ഞാൽ മെനി ലയൺ. ഗർജന്തി എന്ന് പറഞ്ഞാൽ ഗർജതി എന്ന വാക്കിന്റെ ക്രിയാപദത്തിന്റെ ബഹുവചനാണ് ഗർജന്തി. ഗർജതി, ഗർജതഹ, ഗർജന്തി.
പടതി, പടതഹ, പടന്തി എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഗർജതി എന്ന വാക്കിന്റെ ബഹുവചനാണ് ഗർജന്തി. അപ്പോ ഈ രണ്ട് ബഹുവചനമേ ഇതിലുള്ളൂ, സിംഹാഹ പുഷ്പമാലാഹ. അപ്പൊ സിംഹാഹ ഈ നാലാമത്തെ ഫില്ലപ്പിലെ ചേരത്തുള്ളൂ, സിംഹാഹ ഗർജന്തി. അപ്പൊ ആദ്യത്തെ ഫില്ലപ്പില് അസ്ഥി എന്ന വാക്കിന്റെ ബഹുവചനാണ് സന്ധി. അപ്പൊ പുഷ്പമാലാഹ, മെനി ഗാർലൻഡ്സ്. സന്ധി എന്ന് പറഞ്ഞാൽ അവിടെയുണ്ട്, മെനി ഗാർലൻഡ്സ് ആർ ദയർ. അടുത്ത വേർഡ് ഡാഷ് പശ്യതി. പശ്യതി എന്ന് പറഞ്ഞാൽ ഏകവചൻ, കാണുന്നു. അപ്പോ ഇവിടെ ഏകവചനം ഏതൊക്കെയാ? ലേഖിക ഉണ്ട്, ബാലകഹ ഉണ്ട്, ത്രിചക്രിക ഉണ്ട്. അപ്പോ ഇതിന് മാച്ച് ആയിട്ടുള്ളത് ബാലകഹ, ആൺകുട്ടി. ആൺകുട്ടി നോക്കുന്നു. മൂന്നാമത്തെ ലിഖതിയാണ്. ലിഖതി എന്ന് പറഞ്ഞാൽ ലിഖതി എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്, ഏകവചനാണ്. അപ്പോ ഇവിടെ സ്യൂട്ട് ആയിട്ടുള്ളത് ലേഖിക, റൈറ്റർ. റൈറ്റർ എഴുതുന്നു. നാലാമത്തെ നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ ചലതി എന്നാണ്. ചലതി എന്ന് പറഞ്ഞാലും ഏകവചനാണ്. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഒരു വേർഡ് പെൻഡിങ് ഉള്ളത് ത്രിചക്രിക. അപ്പൊ ത്രിചക്രിക ചലതി. ചലതി മീൻസ് വാക്കിംഗ്. വാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് മൂവിങ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഈ സെന്റൻസിൽ. അടുത്തതും നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ സെയിം ആണ്. ഇവിടെ കർത്തൃപദം തന്നു, അതായത് ആക്ടിവിറ്റി എന്നാണ് തന്നിട്ടുണ്ട്. പശ്യതി, ലിഖതി, ഗർജതി. അപ്പൊ നമ്മള് ഇതിലുള്ളത് ആരാണ് ചെയ്യുന്നതെന്നാണ് ലേഖിക, ബാലകഹ. കർത്തൃപദം എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യുന്ന ആള്, അത് നമ്മൾ ബോക്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ഫില്ലപ്പ് ചെയ്യാനായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനില് ക്രിയാപദം നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ അതിന്റെ കർത്തൃപദം തന്നിട്ടുണ്ട്. മഞ്ജുഷാദഹ കർത്തൃപദാനുസാരം ക്രിയാപദം ചിത്വ റിക്തസ്ഥാനാനി പൂരയത. അപ്പൊ ക്രിയാപദം എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് ഗായതഹ, നൃത്യതി, ലിഖന്തി, പശ്യന്തി, വിഹരതഹ, ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ വേർഡ്സ് നോക്കിയിട്ട്, കർത്തൃപദം നോക്കിയിട്ട് ഈ ആക്ടിവിറ്റീസ് നമ്മൾ ഫില്ലപ്പ് ചെയ്യാം. ഗായതഹ എന്ന് പറഞ്ഞ ഗായതി എന്ന വാക്കിന്റെ ദ്വിവചനാണ് ഗായതഹ, പാടുന്നു, രണ്ടുപേർ പാടുന്നു. നൃത്യതി എന്ന് പറഞ്ഞ ഏകവചൻ, ഡാൻസ് ചെയ്യുന്നു. ലിഖന്തി എന്ന് പറഞ്ഞ ലിഖതി എന്ന ക്രിയാപദത്തിന്റെ ബഹുവചനാണ് ലിഖന്തി. പശ്യന്തി, പശ്യതി എന്ന വാക്കിന്റെ ബഹുവചനാണ് പശ്യന്തി. വിഹരതഹ എന്ന് പറഞ്ഞ പറക്കുന്നു. വിഹരതി എന്ന വാക്കിന്റെ ദ്വിവചനാണ് വിഹരതഹ. അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം. സൗമ്യ, സൗമ്യ എന്ന് പെൺകുട്ടി, ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സൗമ്യ എന്ന് പറഞ്ഞ ഏകവചൻ. ഇതില് ആകെ ഏകവചനായിട്ട് കാണുന്നത് നൃത്യതി എന്ന വാക്ക, ഡാൻസ് ചെയ്യുന്നു. സൗമ്യ നൃത്യതി. ചടകെ, ചടകെ എന്ന് പറഞ്ഞ ടു സ്പാരോസ്. ചടക എന്ന വാക്കിന്റെ ദ്വിവചൻ. അപ്പോ ആകെ ഇവിടെ സ്പാരോയിന് മാച്ച് ആയിട്ടുള്ളതും ദ്വിവചനായിട്ടുള്ളതും വിഹരതഹ ഉണ്ട്, ഗായതഹ ഉണ്ട്. സ്പാരോ പാടും എന്നില്ലല്ലോ. അപ്പോ വിഹരതഹ, ചടകെ വിഹരതഹ. അവര് പറക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നു. ഹോപ്പിംഗ് എന്നാണ് വിഹരതഹ, നമ്മൾ ആ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ബാലികെ. ബാലികെ എന്ന് പറഞ്ഞാൽ ടു ഗേൾസ്. ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത് ഗായതഹയാണ് ദ്വിവചനില്. അപ്പോ ബാലികെ ഗായതഹ. ഛാത്രാഹ എന്ന് പറഞ്ഞാൽ മെനി സ്റ്റുഡൻസ്, ബഹുവചനായിട്ടുള്ളത് ലിഖന്തി, പശ്യന്തി. ഛാത്രാഹ, ലിഖന്തി. അതുപോലെ ലാസ്റ്റ് വൺ ജനാഹ, പശ്യന്തി. വേണമെങ്കിൽ ഇവിടെ ഛാത്രാഹ പശ്യന്തി എന്നും എഴുതാം. പക്ഷെ മോർ സ്യൂട്ട് ആവണത് ലിഖന്തി, സ്റ്റുഡൻസ് എഴുതുന്നു. അതുപോലെ ജനാഹ എന്ന് പറഞ്ഞാൽ ജനഹ എന്ന വാക്കിന്റെ ബഹുവചനാണ് ജനാഹ. പശ്യന്തി, കാണുന്നു. അങ്ങനെ നമ്മൾ ഓരോ വേർഡ് മീനിങ്സും അതുപോലെ ആക്ടിവിറ്റീസ് ഏകവചനാണോ ദ്വിവചനാണോ ബഹുവചനാണോ എന്ന് നോക്കിയിട്ട് അതിന്റെ കർത്തൃപദം ഈ സൗമ്യ, ചടകെ, അതും ഏകവചനാണോ ദ്വിവചനാണോ ബഹുവചനാണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ബേസിക് കാര്യങ്ങൾ ഗ്രാമർ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. നമുക്കിനി മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണവരെ ധന്യവാദ്.